നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ദ്വിദിന പ്രഥമ കലോത്സവം സമാപിച്ചു. എറണാകുളം മഹാരാജാസ് പഠന കേന്ദ്രം ഓവറോൾ ചാമ്പ്യന്മാർ. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിന് 2ാം സ്ഥാനം. കരുനാഗപ്പള്ളി തെങ്കാശി KSRTC ബസ് സർവീസിന് തുടക്കം. കടലോര മേഖലയിൽ നിന്നും കിഴക്കൻ മലയോര മേഖലയിലേക്ക് കരുനാഗപ്പള്ളിയിൽ നിന്നും ഇതാദ്യമായാണ് സർവീസ്. CR മഹേഷ് MLA ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. മൊബൈൽ കട കുത്തിത്തുറന്ന് മോഷണം. പന്മന പുത്തൻചന്തയിലാണ് സംഭവം. സ്മാർട്ട് വാച്ചുകളും മൊബൈൽ ഫോണും മോഷ്ടാക്കൾ കവർന്നു. വിശദമായ വാർത്തകളിലേക്ക്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ദ്വിദിന പ്രഥമ കലോത്സവം സമാപിച്ചു. എറണാകുളം മഹാരാജാസ് പഠന കേന്ദ്രം ഓവറോൾ ചാമ്പ്യന്മാരായി കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിനാണ് 2ാം സ്ഥാനം. സമാപന സമ്മേളനം മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉറപ്പുവരുത്തുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പഠനത്തോടൊപ്പം തൊഴിൽ നൈപുണ്യവും വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്ന രീതിയിൽ പഠനരീതി വിപുലീകരിക്കും. മാറുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിനനുസരിച്ച് അധ്യാപകരും മികച്ച പ്രാവീണ്യം കൈവരിക്കേണ്ടതുണ്ട്. മാനവ വിഭവശേഷിയാണ് സംസ്ഥാനത്തിന്റെ ഏറ്റവും മികച്ച മൂലധനം. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ജില്ലയിൽ എത്രയും വേഗം പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ച 1 കോടി രൂപയുടെ ഗ്രാന്റ് സർവകലാശാലയുടെ മികവുറ്റ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണ്. സർവകലാശാലയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ കലോത്സവം ഇങ്ങനെ ഇത്രയും വിപുലമായി സംഘടിപ്പിക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് നേരത്തെ സ്വപ്നം കാണാൻ കഴിയുമായിരുന്നില്ല. അത്രയും വിപുലമായി ഇത് സംഘടിപ്പിച്ച ഈ സർവകലാശാലയുടെ ഭാരവാഹികളോട്, ഇതിന്റെ സംഘാടക സമിതിയോട് അവർക്ക് അങ്ങേയറ്റം അഭിനന്ദനം അർപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. കൊല്ലത്ത് ഒരു സർവകലാശാല ഇല്ലാത്തതിന്റെ പ്രശ്നം ചൂണ്ടിക്കാണിച്ചു. സർവകലാശാലയുടെ കാര്യത്തിൽ അങ്ങനെയാണ് കൊല്ലത്ത് ഇങ്ങനൊരു സർവകലാശാല, ഈ ആശയം ഡെവലപ്പ് ചെയ്തൊരു സർവകലാശാല എന്ന് ആലോചിച്ചത്. അതിന്റെ പേര് മഹാനായ ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ തന്നെ സ്ഥാപിക്കാൻ തീരുമാനിച്ചതാക്കേണ്ടതിലാണ്. അങ്ങനെ ഇതിന്റെ ആശയം മുളപൊട്ടുന്ന സമയം മുതൽ ഈ സർവകലാശാല ഇവിടെ ആരംഭിക്കുന്ന അടക്കമുള്ള എല്ലാ സമയങ്ങളിലും ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറത്ത് കൂടുതൽ പിന്തുണ ഈ സർവകലാശാലയ്ക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇവിടെ നടന്ന ഈ ഉദ്ഘോഷത്തിൽ നിന്ന് എടുത്ത് സന്തോഷപൂർവ്വം പറഞ്ഞത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല കലോത്സവത്തിൽ എറണാകുളം മഹാരാജാസ് പഠന കേന്ദ്രം ഓവറോൾ ചാമ്പ്യന്മാരായി. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ് 2ാം സ്ഥാനം കരസ്ഥമാക്കി. കൊല്ലം TKM ആർട്സ് കോളേജ് പഠനകേന്ദ്രത്തിലെ ദേവിക ജയദാസ് കലാതിലകമായി. കോട്ടയം സർക്കാർ കോളേജിലെ TP രാജീവും TKM കോളേജിലെ A സുരേഷും തുല്യ പോയിന്റോടെ കലാപ്രതിഭാ പട്ടത്തിന് അർഹരായതിനാൽ നറുക്കെടുപ്പിലൂടെ TP രാജീവിനെ കലാപ്രതിഭയായി പ്രഖ്യാപിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജ് പഠനകേന്ദ്രത്തിലെ CA സെബാസ്റ്റ്യൻ കലാരത്ന പട്ടം കരസ്ഥമാക്കി. വൈസ് ചാൻസലർ PM മുബാറക് പാഷ അധ്യക്ഷനായി. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി C അജോയ് ചന്ദ്രൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. സിൻഡിക്കേറ്റ് മെമ്പർമാരായ M ജയപ്രകാശ്, K അനുശ്രീ, ഹെഡ് ഓഫ് സ്കൂൾ വിൻസെന്റ് B നെറ്റോ, സംഘാടക സമിതി ജനറൽ കൺവീനർ ബിജു K മാത്യു, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഗ്രേഷ്യസ് ജെയിംസ്, മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കരീപ്ര തളവൂർക്കോണം സെന്റർ ഓഫ് സ്മാർട്ട് ആർട്സ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിലാണ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തിയത്. കൊട്ടാരക്കര ബ്ലോക്കിലെ മികച്ച ക്ലബ്ബുകളിൽ നിന്ന് 12 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. കരീപ്ര തളവൂർക്കോണം സെന്റർ ഓഫ് മാർട്സ് ആർട്സ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിലാണ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. കൊല്ലം നെഹ്റു യുവകേന്ദ്രയുടെ ബ്ലോക്ക് തല കായികമേളയുടെ ഭാഗമായാണ് ടൂർണമെന്റ് നടത്തിയത്. കൊല്ലം ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം S കൃഷ്ണകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. CMA പ്രസിഡന്റ് അനൂപ് K രാജ് അധ്യക്ഷത വഹിച്ചു. ടൂർണമെന്റിൽ കൊട്ടാരക്കര ബ്ലോക്കിലെ മികച്ച ക്ലബ്ബുകളിൽ നിന്ന് 12 ടീമുകൾ പങ്കെടുത്തു. പിക്ക് 11 ചീരങ്കാവ് 1ാം സ്ഥാനക്കാരായി. ഗോൾ മേക്കേഴ്സ് കൊട്ടാരക്കര 2ാം സ്ഥാനം നേടി. റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ K വിജയകുമാർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ക്ലബ്ബ് സെക്രട്ടറി R ശിവപ്രസാദ്, ലിജോ വർഗീസ്, R രാജീവ്, അജയ് പ്രസാദ്, സാരംഗ്, ഹിരൺ, നന്ദു, ജിബിൻ, അഖിൽ തുടങ്ങിയവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. വയോധികനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം മങ്ങാട് സ്വദേശി നെപ്പോളിയനാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രിയായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്.
നെപ്പോളിയന്റെ മൃതദേഹത്തിന് ഒരു ദിവസത്തെ പഴക്കമുള്ളതായി സംശയിക്കുന്നു. മാനസിക അസ്വാസ്ഥ്യമുള്ള മകൻ മാത്രമാണ് പോലീസ് എത്തുമ്പോൾ വീട്ടിലുണ്ടായിരുന്നത്. സംഭവമറിഞ്ഞ് കിളികുലൂർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് വിശദീകരണ യോഗവും നടത്തി. LDF ഓച്ചിറ പടിഞ്ഞാറ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും വിശദീകരണ യോഗവും നടത്തി. LDF ഓച്ചിറ പടിഞ്ഞാറ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. R സോമൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ തെരഞ്ഞെടുപ്പും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കണമോ വേണ്ടയോ എന്ന വെല്ലുവിളി ഉയർത്തുമ്പോൾ അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. സുരേഷ് നാരായണത്ത് സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് N അനിൽകുമാർ, RD പത്മകുമാർ, K സുഭാഷ്, ബാബു കൊപ്പാറ, K നൌഷാദ്, ജനാർദ്ദനൻ പിള്ള, കബീർ എൻസൈൻ, അഡ്വക്കേറ്റ് സുഹോത്രൻ, ഗീതാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ശില്പശാല സംഘടിപ്പിച്ചു. കോൺഗ്രസ് മാവേലിക്കര നിയോജക മണ്ഡലം ബൂത്ത് പ്രസിഡന്റുമാരുടെയും ബൂത്ത് ലെവൽ ഏജന്റുമാരുടെയും നേതൃത്വത്തിലാണ് ശില്പശാല നടത്തിയത്. കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് മാവേലിക്കര നിയോജക മണ്ഡലം ബൂത്ത് പ്രസിഡന്റുമാരുടെയും ബൂത്ത് ലെവൽ ഏജന്റുമാരുടെയും ശില്പശാല നടത്തി. ചാരുമൂട് നടന്ന പരിപാടി കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഈ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്കും NDക്കും ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ദുരുപയോഗം ചെയ്യുന്നു എന്നൊരു പക്ഷേ അദ്ദേഹം മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കും ആ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവെച്ചത്. ഇലക്ഷൻ കോർഡിനേറ്റർ ടോമി കല്ലാനി അധ്യക്ഷത വഹിച്ചു. M മുരളി, കോശി M കോശി, KR മുരളി, G വേണു, നൂർനാട് ഷാജി, B രാജലക്ഷ്മി, MR രാമചന്ദ്രൻ, രാജൻ പൈനുമൂട്, G ഹരിപ്രകാശ്, അനി വർഗീസ്, K ഗോപൻ, അമൃതേശ്വരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. കണ്ണനല്ലൂർ ജംഗ്ഷനിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സൂക്ഷിക്കുന്നതായി പരാതി. തൃക്കോവിൽവട്ടം പഞ്ചായത്തിന്റെ ഹരിതകർമ്മസേനയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നത്. ഇത് അപകട ഭീഷണി ഉയർത്തുന്നതായി ആരോപിച്ച് പ്രദേശവാസികൾ രംഗത്തെത്തി. കണ്ണനല്ലൂർ കുണ്ടറ റോഡിലെ വ്യാപാര സമുച്ചയത്തിന്റെ ടെറസിലും ഒന്നാം നിലയിലെ ഒരു മുറിയിലുമായി 6000-ഓളം ചതുരശ്രയടി സ്ഥലത്താണ് വൻ പ്ലാസ്റ്റിക് ശേഖരമുള്ളത്. കെട്ടിടത്തിന് താഴെയുള്ള നിലകളിൽ ആശുപത്രിയടക്കം പ്രവർത്തിക്കുന്നുണ്ട്. കെട്ടിടത്തിന് തൊട്ടടുത്താണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കണ്ണനല്ലൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രം. കച്ചിക്കടയും മത്സ്യ മാർക്കറ്റും സമീപത്തുണ്ട്. 100 കണക്കിന് വാഹനങ്ങളാണ് കെട്ടിടത്തിന് മുന്നിലൂടെ ദൈനംദിനം കടന്നുപോകുന്നത്. 11 kV വൈദ്യുത ലൈൻ പോകുന്നതും കെട്ടിടത്തിനോട് ചേർന്ന് തന്നെ. അഗ്നിബാധയടക്കമുള്ള അപകടമുണ്ടായാൽ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായിരിക്കുമെന്ന് അഗ്നിരക്ഷാസേനയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഒരു ഗോവണി മാത്രമാണ് കെട്ടിടത്തിലേക്കുള്ളത്. ഇതിനാകട്ടെ കൈവരിയില്ല. കെട്ടിടത്തിന്റെ വശങ്ങളിൽ ആൾമറയുമില്ല. സുരക്ഷയില്ലാത്ത 3 നില കെട്ടിടത്തിന്റെ ടെറസിലാണ് ജീവൻ പണയം വെച്ച് ഹരിതകർമ്മസേനാംഗങ്ങൾ പണിയെടുക്കുന്നത്. ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് തലച്ചുമടായാണ് കെട്ടിടത്തിനു മുകളിൽ എത്തിക്കുന്നത്. അസഹ്യമായ ചൂടിൽ പകലന്തിയോളം ഇരുന്നാണ് ഇത് വേർതിരിക്കുന്നത്. ദീർഘനാളുകൾക്ക് ശേഷം നടന്ന ഹരിതകർമ്മസേനയുടെ അവലോകന യോഗത്തിൽ നിന്ന് തർക്കം കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് ഇറങ്ങിപ്പോയതോടെ സേനയുടെ പ്രവർത്തനം താളം തെറ്റി. പഞ്ചായത്ത് ഭരണസമിതിയുടെയും കൺസോർഷ്യത്തിന്റെയും അറിവില്ലാതെ കൂടുതൽ പേരെ കർമ്മസേനയിൽ അംഗമാക്കിയതാണ് ബഹളത്തിനിടയാക്കിയത്. പ്രതിപക്ഷത്തിനോടൊപ്പം ഭരണസമിതിയിലെ CPI അംഗങ്ങളും നിയമനത്തെ ചോദ്യം ചെയ്തതോടെ തർക്കം രൂക്ഷമായി. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വന്തം വാർഡിൽ നിന്ന് ഒരാളെയും കണ്ണനല്ലൂർ സൗത്ത് വാർഡിൽ നിന്ന് 3 പേരെയും ഹരിതകർമ്മസേനയിൽ ഇഷ്ടക്കാരായി നിയമിച്ചതാണ് വിവാദമായത്. പ്രശ്നപരിഹാരത്തിന് CPM ഹരിതകർമ്മ സേനാംഗങ്ങളുടെ യോഗം വിളിച്ചെങ്കിലും ഭൂരിഭാഗം അംഗങ്ങളും വിട്ടുനിന്നു. ഏറ്റവും കൂടുതൽ ജനങ്ങൾ വന്നു പോകുന്ന മത്സ്യ മാർക്കറ്റിന്റെ ഫ്രണ്ടിലത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ 3ാമത്തെ നിലയുടെ മുകളിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. ഏത് നിമിഷവും വൻ അപകടം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഈ വേസ്റ്റുകൾ കുറെ കാലങ്ങളായിട്ട് പഞ്ചായത്ത് ഭരണസമിതിയെ ഇത് ഇവിടെ നിന്ന് മാറ്റണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടും പ്രതികാര ബുദ്ധിയോടുകൂടി ഇത് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ 100 കണക്കിന് ആളുകൾ ഈ മാർക്കറ്റിൽ മത്സ്യം വാങ്ങുന്നതിനും ഈ കമ്പോളങ്ങളിൽ മറ്റ് സാധനങ്ങൾ വാങ്ങുന്നതിനും വന്നു പോകുന്നുണ്ട്. ഇതോടെ അടുത്ത് തന്നെ ഒരു UP സ്കൂള് നിലനിൽക്കുന്നുണ്ട്, ഒരു ക്ഷേത്രം നിലനിൽക്കുന്നുണ്ട്, ഒരു മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന്റെ ഒരു വ്യവസായ സ്ഥാപനം നിലനിൽക്കുന്നു. റോഡ് സൈഡിലാണ് ഇത് നിലനിൽക്കുന്നത്. ഇത് ഏത് നിമിഷവും വലിയ അപകടം സൃഷ്ടിക്കാവുന്ന ഒരു രീതിയിലാണ് പഞ്ചായത്ത് അധികാരികൾ അശ്രദ്ധമായി ഇത്രത്തോളം വേസ്റ്റുകൾ ഇവിടെ കുമിഞ്ഞ് കൂട്ടിയിരിക്കുന്നത്. കുറച്ച് നാളുകളായി ഈ സാധനം ഇവിടെ ഡംപ് ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്തും ഒരു അപകടം സംഭവിക്കാം.
എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ടോ ഏതെങ്കിലും രീതിയിലൊരു അപായം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല. കണ്ണാല്ലൂർ ജംഗ്ഷനിൽ ഇത്ര ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. ഈ കെട്ടിടങ്ങൾ ഒരുപാടുണ്ട്, മാർക്കറ്റുണ്ട്. ഈ സാധനം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. മാത്രമല്ല ഇത് കൊടുക്കുമ്പോൾ ഇത് സെഗ്രിഗേഷൻ ചെയ്താണോ കൊടുക്കുന്നതെന്ന് നമ്മൾ തിരക്കണം. അത് അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണോ ഇത് എടുത്തുകൊണ്ട് പോകുന്നത്, അത് നമ്മൾ പഞ്ചായത്തിന് ഇങ്ങോട്ട് പൈസ കിട്ടുന്നുണ്ടോ, ഇതെല്ലാം കറക്റ്റായിട്ട് ഇതിൻ്റെ അധികാരികൾ പറയേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കൊട്ടിയം. കരുനാഗപ്പള്ളി തെങ്കാശി KSRTC ബസ് സർവീസിന് തുടക്കമായി. കടലോര മേഖലയിൽ നിന്നും കിഴക്ക് മലയോര മേഖലയിലേക്ക് കരുനാഗപ്പള്ളി ഡിപ്പോയിൽ നിന്നും ഇതാദ്യമായാണ് ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. CR മഹേഷ് MLA ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. കടലോര മേഖലയിൽ നിന്നും കിഴക്ക് മലയോര മേഖലയിലേക്ക് കരുനാഗപ്പള്ളി ഡിപ്പോയിൽ നിന്നും ഇതാദ്യമായാണ് ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. CR മഹേഷ് MLAയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടിയാണ് നടപ്പിലായത്. 2-3 ദിവസത്തിന് മുമ്പ് മന്ത്രിയുമായി ഉള്ള ഒരു കൂടിക്കാഴ്ചയിൽ നമ്മൾ ഈ ആവശ്യം ശക്തമായി പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് നമുക്ക് ഒരു സർവീസ് ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ആളുകൾ, മിക്കവാറും രോഗികളാണ്. ഇവരൊക്കെ മധുരയിൽ കണ്ണാശുപത്രിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉപകാരപ്രദമായ ഒരു സർവീസാണ്. അപ്പോൾ ഓടുന്ന റൂട്ട് ഇവിടെ നിന്നും ആരംഭിച്ച് ഭരണിക്കാവ്, ശാസ്താംകോട്ട, ഭരണിക്കാവ്, അടൂർ, പുനലൂർ, പത്തനാപുരം, തെന്മല, ആര്യങ്കാവ്, തെങ്കാശി, അങ്ങനെയാണ് സർവീസ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. കരുനാഗപ്പള്ളി മുനിസിപ്പൽ ചെയർമാൻ കോട്ടയിൽ രാജു, ATO അബ്ദുൾ നിഷാർ, മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രതിനിധി പാവുമ്പ മനോഹരൻ, KSRTCയിലെ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ, ജനപ്രതിനിധികൾ, ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ആനന്ദക്കുട്ടൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി. നിയമബോധവൽക്കരണവും പരാതി പരിഹാര അദാലത്തും സംഘടിപ്പിച്ചു. കൊല്ലം റൂറൽ പോലീസ് മേധാവി സാബു മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. ശൂരനാട് തെക്ക് കുമരഞ്ചിറ UP സ്കൂളിലാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. SC/ST മോണിറ്ററിംഗ് സെൽ, ശൂരനാട് ജനമൈത്രി പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരാതി പരിഹാര അദാലത്തും നിയമ ബോധവൽക്കരണ ക്ലാസും നടത്തിയത്. ജനങ്ങളെ കൂടുതലായി പോലീസുമായി ഇടപഴകുന്നതിനും വിവിധ സാഹചര്യങ്ങളിൽ പോലീസിനെ സഹായിക്കുന്നതിന് ജനങ്ങൾ മുന്നോട്ട് വരുന്നതിനും കൂടി ഇത്തരം ക്ലാസുകൾ സഹായകരമാകും. ശൂരനാട് തെക്ക് കുമരഞ്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെയും ബോധവൽക്കരണ ക്ലാസിന്റെയും ഉദ്ഘാടനം കൊല്ലം റൂറൽ പോലീസ് മേധാവി സാബു മാത്യു നിർവഹിച്ചു. ബേസിക് തരത്തിൽ മാറ്റം വരുത്തേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നേരെ വഴി കൊണ്ടുപോകുന്നത് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അവിടെ പരിവർത്തനം നമ്മൾ ശ്രമിക്കണം. ആദ്യത്തെ കൗൺസിലിംഗ് നടത്തേണ്ടത് നമ്മൾ തന്നെയാണ്. രക്ഷകർത്താക്കൾ തന്നെയാണ് കുട്ടികൾ ആദ്യം കൗൺസിലിംഗ് നടത്തുന്നത്. വിപത്തിലേക്ക് പറഞ്ഞു വിടാതിരിക്കാൻ മാക്സിമം പ്രിക്കോഷൻ നമ്മൾ എടുക്കണം. ഇനി വല്ല കുട്ടികളും അങ്ങനെ പോയി കഴിഞ്ഞാൽ അവനെ എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന് നോക്കണം. ആ കുട്ടികളെ കറക്റ്റ് ചെയ്ത് റീഹാബിലിറ്റേഷൻ സെൻ്ററിലാക്കും. അതിനെന്ത് സഹായം വേണമോ ആ സഹായങ്ങളെല്ലാം പോലീസ് കൂടെ ഉണ്ടാകും. കുട്ടികൾ ഒരു വഴിതെറ്റി പോയി എന്നേക്കും ഒരു മോശമായ ഒരു ക്യാരക്ടർ, ഒരു ചിന്താഗതി നിങ്ങൾ ആരും വെച്ചുകൊടുക്കരുത്. ശാസ്താംകോട്ട DYSP ജയകുമാർ അധ്യക്ഷത വഹിച്ചു. ശൂരനാട് ജനമൈത്രി പോലീസ് CRO സദാശിവൻ പിള്ള, ഈസ്റ്റ് കല്ലട സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അരുൺകുമാർ, ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധി ബ്ലസൻ പാപ്പച്ചൻ, ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ മായ വേണുഗോപാൽ, ഉണ്ണി, SC/ST മോണിറ്ററിംഗ് സെൽ ജില്ലാ കമ്മിറ്റി അംഗം അജിമോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമവും മാരകമായ മയക്കുമരുന്നിൻ്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗം എന്നിവ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വീഴ്ചയില്ലാത്ത പരിഹാരമാണ് ആവശ്യമെന്ന ശക്തമായ പ്രതികരണമാണ് സദസ്സിൽ നിന്നും ഉണ്ടായത്. ഉറക്കവും പോലുമില്ലാതെ രാപകൽ കഷ്ടപ്പെടുന്ന പോലീസുകാർക്ക് അന്നും ഇന്നും ഫേസ്ബുക്കിൽ നമുക്ക് നോക്കുമ്പോൾ അവരെന്ത് പ്രവർത്തിച്ചാലും അവരെ കുറ്റത്തോടെ കാണുന്ന ഈ സമൂഹം, അവരുടെ ബുദ്ധിമുട്ട്, അവരുടെ രീതികൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ രണ്ടേ കൂടെ പറഞ്ഞു വിഷു ആരും ഇവിടെ ആരും വന്നിട്ടില്ല. നമ്മുടെ തൊട്ട് അടുത്താണ് ഒരു കുഞ്ഞിനെ ഇപ്പൊ ഇതോടെ സംഭവിച്ചത്. ആ കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് അയാൾ പുറത്തിറങ്ങി നടക്കുവാണ്. ഇവിടെ നിയമത്തിന് എന്താണ് വില? ഒരു പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ നിയമത്തിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ ഞങ്ങളെ പോലെയുള്ള, പക്ഷെ ഞാനും അതിനകത്ത് പ്രതിയായിരിക്കാം, ഞങ്ങളെ പോലുള്ളവരോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുകളിലുള്ളവരോ ഒക്കെ വന്ന് നിങ്ങളെ സ്വാധീനിക്കുമ്പോൾ സമൂഹത്തിൽ വീണ്ടും ഒരു ക്രിമിനൽ പശ്ചാത്തലം രൂപപ്പെടുകയല്ലേ? അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലഹരി വസ്തുക്കളുടെ വിൽപ്പന കേന്ദ്രമായി കേരളം മാറിയിരിക്കുകയാണെന്ന്, അത് നിയന്ത്രിക്കുന്നതിന് ജനകീയ കൂട്ടായ്മ ആവശ്യമാണെന്നും റൂറൽ പോലീസ് മേധാവി സാബു മാത്യു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. വലിയകുളങ്ങര ഗവൺമെന്റ് LP സ്കൂളിൽ വാർഷികാഘോഷം നടത്തി. വർണ്ണക്കാഴ്ച എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. CR മഹേഷ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. വലിയകുളങ്ങര ഗവൺമെന്റ് LP സ്കൂൾ വാർഷികാഘോഷം നടത്തി.
ഇതോടനുബന്ധിച്ച് പഠനോത്സവം സംഘടിപ്പിച്ചു. വർണ്ണക്കാഴ്ച എന്ന പേരിലാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. CR മഹേഷ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B ശ്രീദേവി അധ്യക്ഷത വഹിച്ചു. SMC ചെയർമാൻ അഡ്വക്കേറ്റ് ശരത് കുമാർ സ്വാഗതം പറഞ്ഞു. പ്രഥമാധ്യാപിക ജയലക്ഷ്മി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറിയും സാമൂഹ്യ പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് അനിൽ പുന്തല മുഖ്യാതിഥിയായി. ശ്രദ്ധ ജീവകാരുണ്യ സംഘടനാ ചെയർമാനും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് സുധീർ കാരിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് ആദരവും നടന്നു. സ്കൂളിൽ പഠന മികവ് പുലർത്തുന്ന പ്രതിഭകൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന അഡ്വക്കേറ്റ് അനിൽ പുന്തല, സ്കൂൾ മുൻ SMC ചെയർമാൻ S സുരേഷ് കുമാർ, വീട്ടിൽ ജൈവ പച്ചക്കറിത്തോട്ടം നിർമ്മിച്ചതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അവാർഡിന് അർഹനായ കുട്ടികർഷകൻ ദേവനാരായണൻ എന്നിവരെ ആദരിച്ചു. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ഗീതാകുമാരി, ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N കൃഷ്ണകുമാർ, ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലത പ്രകാശ്, വാർഡംഗം L സുജേത, ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുൽഫിയ ഷെറിൻ, കരുനാഗപ്പള്ളി AEO ശ്രീജ ഗോപിനാഥ്, കരുനാഗപ്പള്ളി BPC സ്വപ്ന കുഴിത്തടത്തിൽ, അമ്പാട്ട് അശോകൻ, KS മുരളി ഓണാട്ടില്ലം, TJ ഉണ്ണികൃഷ്ണൻ, S സുരേഷ് കുമാർ, ഹബീബ് മുഹമ്മദ്, ബേബി അനീസിയ, റുബൈസ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. മൊബൈൽ കട കുത്തിത്തുറന്ന് മോഷണം. പന്മന പുത്തൻചന്തയിൽ പ്രവർത്തിക്കുന്ന SM മൊബൈൽസിലാണ് മോഷണം നടന്നത്. സ്മാർട്ട് വാച്ചുകളും മൊബൈൽ ഫോണും മോഷ്ടാക്കൾ കവർന്നു. പന്മന പുത്തൻചന്ത SM മൊബൈൽസിലാണ് മോഷണം നടന്നത്. ഫോണുകളും സ്മാർട്ട് വാച്ചുകളും മോഷണം പോയി. അതുലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കട. രാത്രി 12 മണിയോടെയാണ് മോഷണം നടന്നതെന്നാണ് കരുതുന്നത്. രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം പുറത്തറിയുന്നത്. തുടർന്ന് പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തി CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. CCTVയിൽ വെളുത്ത വസ്ത്രം ധരിച്ച ഒരാൾ നടന്നു പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ. തഴവ വടക്കുമുറിക്കിഴക്ക് ഭുവനേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല നടത്തി. നിരവധി ഭക്തർ പങ്കെടുത്തു. തഴവ വടക്കുമുറിക്കിഴക്ക് ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് ഭുവനേശ്വരി പൊങ്കാല നടത്തിയത്. അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം, ഭാഗവത പാരായണം, പ്രാണപ്രതിഷ്ഠ, വാർഷിക കലശപൂജകൾ, കലശാഭിഷേകം, ശ്രീഭൂതബലി, ആറാട്ടുബലി തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് നടത്തി. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ഡോക്ടർ R സോമൻപിള്ള, സെക്രട്ടറി G സുരേഷ്, ട്രഷറർ S ബാലൻപിള്ള തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി പവിത്രമംഗലത്ത് മഠം PSS നമ്പൂതിരിയുടെയും ക്ഷേത്ര മേൽശാന്തി ദേവർ മഠം ശ്രീജീവ് പോറ്റിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് പൊങ്കാല ചടങ്ങുകൾ നടന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് കാക്കാരശ്ശി നാടകം, നൃത്തനൃത്യങ്ങൾ, നൃത്തസംഗീത നാടകം, മഹാമൃത്യുഞ്ജയ ഹോമം, പഞ്ചകാര തൃശൂലവിളക്ക് എന്നിവയും നടത്തി. ന്യൂസ് ബ്യൂറോ, തഴവ. റംസാൻ കിറ്റ് വിതരണം ചെയ്തു. ഓച്ചിറ കാപ്പിൽ കിഴക്ക് തന്മയത്ത് മാനവ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കിറ്റ് വിതരണം നടത്തിയത്. 150ഓളം കുടുംബങ്ങൾക്ക് കിറ്റുകൾ വിതരണം ചെയ്തു. ഓച്ചിറ കാപ്പിൽ കിഴക്ക് തന്മയത്ത് മാനവ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് റംസാൻ കിറ്റ് വിതരണം നടത്തിയത്. 150ഓളം കുടുംബങ്ങൾക്ക് കിറ്റുകൾ വിതരണം ചെയ്തു. കാപ്പിൽ കിഴക്ക് ചീഫ് ഇമാം അഫ്സൽ ബാഖവി ഉദ്ഘാടനം നിർവഹിച്ചു. പാവങ്ങളായ ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് റമദാൻ മാസത്തിൽ കഴിഞ്ഞുകൂടുന്നതിന് വേണ്ടി എല്ലാ ആവശ്യമായ സാധന സാമഗ്രികളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കിറ്റുകൾ വിതരണം ചെയ്യാൻ പോവുകയാണ്. എന്തുകൊണ്ടും അഭിനന്ദനാർഹനീയമാണ്. അപ്പോൾ ഈ പ്രവർത്തനം നാം ഇവിടെ തുടക്കം കുറിക്കാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവർത്തനങ്ങളെയെല്ലാം കബൂലാക്കുമാറാകട്ടെ. ഇനിയും ഇതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് ഇതുപോലെ കിറ്റുകൾ കൊടുക്കുവാനും സഹായങ്ങൾ ചെയ്യുവാനും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. തന്മയത്ത് പ്രസിഡന്റ് കോയാക്കുഞ്ഞ്, സെക്രട്ടറി ഷുക്കൂർ, രക്ഷാധികാരി അഷ്റഫ്, ജമാഅത്ത് സെക്രട്ടറി സഫീർ ഖാൻ, പ്രസിഡന്റ് നാസറുദ്ദീൻ, ട്രഷറർ ഷൗക്കത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. പരിശുദ്ധമായ റമളാനിൽ പ്രവാചകൻ പറഞ്ഞ പോലെ പാവപ്പെട്ടവന്റെ വിശപ്പ് എന്ത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നേരത്തെ നമ്മളെ പഠിപ്പിച്ച ദീനിന്റെ ചര്യയിൽ നിന്നുകൊണ്ട് ഏതാണ്ട് 150ഓളം കുടുംബങ്ങൾക്ക് സഹായമാവുന്ന ഒരു വലിയ സൽക്കർമ്മമാണ് ഇന്ന് നടക്കുന്നത്. ഈ സൽക്കർമ്മം ചെയ്യുന്ന തന്മയത്തിൻ്റെ എല്ലാ നല്ലവരായ പ്രവർത്തകർക്കും കാപ്പിൽ കിഴക്ക് മുസ്ലിം ജമാഅത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. പ്രവാസികളായ ഞങ്ങളുടെ സഹോദരങ്ങൾ, നാട്ടിലുള്ളവർ എന്നിവർ സഹായിച്ച ആ സഹായം കൊണ്ട് വാങ്ങിയെടുത്ത സാധനങ്ങളാണ്
ഞങ്ങളിന്ന് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ സഹകരിച്ച എല്ലാ നല്ലവരായ ആൾക്കാർക്കും പ്രവാസികൾക്കും അതോടൊപ്പം ഈ സംഘടനയുടെ മറ്റൊരു പോഷക സംഘടനയാണ് വനിതാ സംഘടന. തന്മയത്തിൻ്റെ വനിതാ സംഘടനയിൽ ഇന്ന് സഫീർ ഖാൻ നാസർക്ക് സംഭാവന ചെയ്യുന്ന നമസ്കാര കുപ്പായവും ഇന്ന് ഇതിനോടൊപ്പം വിതരണം ചെയ്യുന്നുണ്ട്. അത് വനിതാ സംഘടനയാണ് അത് വിതരണം ചെയ്യുന്നത്. തന്മയത്തിന്റെ വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നമസ്കാര വസ്ത്രങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രധാന വാർത്തകൾ വീണ്ടും. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ദ്വിദിന പ്രഥമ കലോത്സവം സമാപിച്ചു. എറണാകുളം മഹാരാജാസ് പഠന കേന്ദ്രം ഓവറോൾ ചാമ്പ്യന്മാർ. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിന് 2ാം സ്ഥാനം. കരുനാഗപ്പള്ളി തെങ്കാശി KSRTC ബസ് സർവീസിന് തുടക്കം. കടലോര മേഖലയിൽ നിന്നും കിഴക്കൻ മലയോര മേഖലയിലേക്ക് കരുനാഗപ്പള്ളിയിൽ നിന്നും ഇതാദ്യമായാണ് സർവീസ്. CR മഹേഷ് MLA ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. മൊബൈൽ കട കുത്തിത്തുറന്ന് മോഷണം. പന്മന പുത്തൻചന്തയിലാണ് സംഭവം. സ്മാർട്ട് വാച്ചുകളും മൊബൈൽ ഫോണും മോഷ്ടാക്കൾ കവർന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.